ഇന്ന് നമുക്ക് വാഴയ്ക്ക കൊണ്ടും പനിക്കൂർക്കയുടെ ഇല കൊണ്ടും എങ്ങനെ ബജി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി 2 വാഴയ്ക്കയും ഇച്ചിരി പനിക്കൂർക്കയുടെ ഇലയും എടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യമുള്ള 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് കടലമാവിലേക്ക് 1 പിഞ്ച് മല്ലിപ്പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1 പിഞ്ച് ഗരം മസാല. ഇതിലേക്ക് ഉപ്പ് ഇട്ട വെള്ളത്തിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ആ വെള്ളം ഞാൻ 1 കപ്പ് വെള്ളം എടുത്ത് ഈ മാവിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാഴയ്ക്ക ഞാൻ നീളത്തിൽ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല കനം കുറച്ച്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒഴിച്ചിട്ട് ഈ വാഴയ്ക്കയാണെങ്കിൽ മാവിൽ മുക്കി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യാം. ഇത് ഒരു സൈഡ് വെന്ത് വന്ന ഉടനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും വെന്ത് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് മാറ്റാം, കോരി മാറ്റാം. ഇതേപോലെ നമുക്ക് അടുത്ത വാഴയ്ക്കയും മാവിൽ മുക്കിയിടാം. ഇട്ട് നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് വാഴയ്ക്ക ബജി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് പനിക്കൂർക്കയുടെ ഇല, ഓറിഗാനോയുടെ ലീഫാണ്. ആ പനിക്കൂർക്കയുടെ ഇല നമുക്ക് മാവിൽ മുക്കി ഇതേപോലെ ഇടാം. ഇതും ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി വന്നു നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കെടുക്കാം, കോരി മാറ്റാം. നല്ല ഒരു വാഴയ്ക്ക ബജിയും പനിക്കൂർക്കയുടെ ബജിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു ബജിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്.